നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയുടെ പുതിയൊരു എപ്പിസോഡ് എന്നതിലുപരി ഒരു നല്ലൊരു ആഴ്ചയുടെ തുടക്കം കൂടിയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ആഴ്ചയായിരിക്കട്ടെ ഇതെന്ന് കൂടി ആശംസിക്കുകയാണ്. ഇന്നത്തെ വാർത്തകളിലേക്ക് വരുമ്പോൾ ഈ സംവരണ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാനത്ത് വ്യാപകമായി ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നു എന്നൊരു വാർത്ത ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിലുള്ള ഇനിയുള്ള പ്രതികരണങ്ങൾ, ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ ഇനി വരാനുണ്ട്. അതിലേക്കൊക്കെ ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി പോര് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ്. മറ്റ് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ചേർത്തല തിരോധാന കേസും അതുപോലെ തന്നെ ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയും. ചേർത്തല തിരോധാന കേസിൽ ഇന്ന് DNA പരിശോധനാ ഫലം വരാനുള്ള സാധ്യതയുണ്ട്. അത് DNA പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് വലിയൊരു വാർത്തയായിരിക്കും. ഇനി ധർമ്മസ്ഥലയിലേക്ക് വരുമ്പോൾ വധൂവരന്മാരെ കുഴിച്ചിട്ടിടത്ത് ഇന്ന് പരിശോധന നടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അമ്മ തെരഞ്ഞെടുപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ ഇന്ന് വിധി വന്നേക്കും. നോമിനേഷൻ അംഗീകരിക്കുമോ എന്ന് വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. നോമിനേഷൻ അംഗീകരിച്ചാൽ അതിൽ സാന്ദ്ര തോമസിന്റെ പ്രതികരണം എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. ന്യൂസ് 18 ഫോളോ അപ്പ്. ജാതിമാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. സംവരണം നേടിയെടുക്കാനുള്ള ജാതിമാറ്റം കൂടുതലും നെയ്യാറ്റിൻകര രൂപതയിൽ. ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് മാത്രമായി വിട്ട് നൽകില്ലെന്ന് രൂപത. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ഗുരുതരാരോപണവുമായി കുടുംബം. കല്യാണത്തിനായി യുവാവ് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് സഹോദരൻ. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും ആരോപണം. പറവൂർ സ്വദേശി റമീസിനെതിരെ പെൺകുട്ടിയുടെ കുറിപ്പ് ന്യൂസ് 18. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. 300 എംപിമാരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച്. പാർലമെന്റിലും പ്രതിഷേധം തുടരും. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ ഇറക്കിയ സംഭവത്തിൽ ഗുരുതര വീഴ്ച. ലാൻഡിംഗ് സമയത്ത് റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നുവെന്ന് MP. ആരോപണം നിഷേധിച്ച് എയർ ഇന്ത്യ. വിമാനത്തിലുണ്ടായിരുന്നത് 5 MPമാർ ഉൾപ്പെടെ 160 യാത്രക്കാർ. ചേർത്തല തിരോധാന കേസിൽ അന്വേഷണം തുടരുന്നു. സെബാസ്റ്റ്യൻ കസ്റ്റഡിയിൽ തുടരും. DNA പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. സുപ്രധാന തെളിവുകൾ സ്ഥിരീകരിക്കാൻ പോലീസ്. ഗസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം. അൽ ജസീറയുടെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരും മരിച്ചു. മിസൈൽ ആക്രമണം നടത്തിയത് മാധ്യമപ്രവർത്തകർ താമസിച്ച ടെന്റിന് നേരെ. വധിച്ചത് ഹമാസ് പ്രവർത്തകരെയെന്ന് ഇസ്രയേൽ. വാർത്തകളിലേക്ക് വരുമ്പോൾ എറണാകുളം കോതമംഗലത്ത് 23-കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതരാരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ആണ് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മതം മാറ്റത്തിന് സമ്മതിച്ച തന്നോട് ക്രൂരത തുടർന്നെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി നവമി ചേരുന്നുണ്ട്. നവമി, അതിക്രൂരമായ തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സോന എൽദോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പടക്കം കുടുംബത്തിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. ഈ കുട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റമീസ് എന്ന യുവാവുമായി പ്രണയത്തിലായിരുന്നു.
ഇത് ഇരു കുടുംബങ്ങൾക്കും അറിയാം. ഇവർ കല്യാണത്തിനും സമ്മതിക്കുന്ന സാഹചര്യമായിരുന്നു. റമീസ് ഈ കുട്ടിയുടെ മതം മാറാൻ ആവശ്യപ്പെട്ടു. കുട്ടിയും കുടുംബവും അതിന് സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. അതിനിടയിൽ 2 മാസം മുൻപാണ് ഈ സോനയുടെ പിതാവ് മരിക്കുന്നത്. അതിനുശേഷം ഈ കുടുംബം പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന്. അപ്പോൾ സോനയുടെ കുടുംബം പറഞ്ഞു പിതാവ് മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും എടുക്കും, അതിനുശേഷം ഉടനെ തന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന ഉറപ്പുകൂടി റമീസിന്റെ കുടുംബത്തിന് നൽകുകയും ചെയ്തു. അതിനിടയിൽ റമീസിനെ അനാശാസ്യത്തിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും സോന റമീസിനോട് പറഞ്ഞു തനിക്ക് ഇപ്പോഴും റമീസിന്റെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, പക്ഷേ ഇനി തനിക്ക് മതം മാറാൻ കഴിയില്ല, രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരിടത്ത് പോയി ജീവിക്കാം എന്ന് സോന റമീസിനോട് പറയുന്ന സാഹചര്യമുണ്ടായി. അത് സമ്മതിച്ചിട്ട് റമീസിന്റെ വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തി. ആ സമയത്ത് റമീസിന്റെ മാതാപിതാക്കളും അവിടെ ഉണ്ടായിരുന്നു. മുറിയിലേക്ക് കൊണ്ടുപോയ സോനയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഉടനെ തന്നെ പൊന്നാനിയിലേക്ക് പോയി 2 മാസത്തിനുള്ളിൽ മതം മാറിയ ശേഷം 2 മാസം അവിടുത്തെ മതപഠനത്തിന് ശേഷം മാത്രം വിവാഹം കഴിക്കാം, അതുവരെ നീ നിന്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് റമീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിനെ എതിർക്കുകയും സോന ഇതിനെ എതിർത്തു. സാധിക്കില്ല, തനിക്ക് തൻ്റെ വീട്ടിൽ പോകണം. തന്നെ ഈ റമീസിനെ ഒരു അനാശാസ്യത്തിന് പിടികൂടി, അതുപോലും താൻ സഹിച്ചു, അത് ക്ഷമിക്കാനും തയ്യാറായി, ഇനിയും തന്നോട് മതം മാറാൻ ആവശ്യപ്പെടരുത് എന്നുകൂടി പെൺകുട്ടി ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെ റമീസ് ഈ സോനയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. കുട്ടി മതം മാറില്ല എന്ന് പറഞ്ഞ് അവസാനം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയും തൻ്റെ ഒരു പെൺ സുഹൃത്തിനോട് ഇക്കാര്യങ്ങളെല്ലാം സോന പറയുകയും ചെയ്തു. വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സോനയുടെ സുഹൃത്ത് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. വീട്ടിലെത്തിയ സോന വളരെ മാനസികമായിട്ടുള്ള വിഷമതകളിലൊക്കെ ആയിരുന്നു. ഈ TTCക്ക് പഠിക്കുകയാണ്, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സോന പതിവ് പോലെ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്ന സമയത്തും വളരെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുകയും പിന്നീട് റമീസിന്റെ മാതാവിനെ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യുകയാണ്, അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഉടനെ തന്നെ റമീസിന്റെ കുടുംബവും പെൺകുട്ടിയും അടക്കം മതം മാറാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം വീണ്ടും റമീസിന്റെ ഭാഗത്തു നിന്നും മർദ്ദനമുണ്ടാകുന്നു, നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു. ഇതിലെല്ലാം ഒരു നിർബന്ധിതമായ മതപരിവർത്തനം എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം ആദ്യം കുട്ടി മതം മാറാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പിന്നീട് ഈ റമീസിന്റെ ചില വഴിവിട്ട ബന്ധങ്ങൾ അതുപോലും ഈ പെൺകുട്ടി സഹിക്കാൻ തയ്യാറായി. അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇനി തനിക്ക് മതം മാറാൻ താല്പര്യമില്ല. കാരണം ഇത്രയും ഒക്കെ ചെയ്തിട്ടും റമീസിന് തന്നോട് സ്നേഹമില്ല എന്ന് പെൺകുട്ടിക്ക് തോന്നി തുടങ്ങി. പിന്നീടുള്ള അവർക്കിടയിലെ സംഭാഷണങ്ങളിലെല്ലാം തന്നെ റമീസിന് ഈ കുട്ടി ഒരു ബാധ്യതയാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ സോനയോട് ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു പിന്നീട് റമീസിന്റെ പെരുമാറ്റം. പിന്നീട് റമീസ് മുന്നോട്ട് വയ്ക്കുന്ന ഏക ആവശ്യം ഈ കുട്ടി മതം മാറണം എന്ന് തന്നെയാണ്. ഈ വീട്ടിലേക്ക് പോകരുത്, ഇതിനെ ഉടനെ തന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകും, 2 മാസം അവിടുത്തെ മതപഠനത്തിന് ശേഷം ഈ പെൺകുട്ടി സോന മതം മാറിയതിനു ശേഷം മാത്രം വിവാഹം കഴിക്കാം എന്ന നിർബന്ധത്തിൽ തന്നെയായിരുന്നു റമീസും കുടുംബവും ഉണ്ടായിരുന്നതെന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് 18നോട് പറയുന്ന സാഹചര്യമുണ്ടായി. അത് ന്യൂസ് 18 നമുക്ക് ഇപ്പോൾ പെൺകുട്ടിയുടെ സഹോദരൻ നവമിയുമായി സംസാരിച്ച പ്രതികരണത്തിന്റെ ഓഡിയോ സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തായിരുന്നു സിസ്റ്ററിന് സംഭവിച്ചത്? ഞാൻ ഒരു ഷോർട്ടായിട്ട് പറയാം, ലെങ്ത് അല്ലേ. അവളും ഈ റമീസ് എന്ന് പറഞ്ഞവനും തമ്മിൽ കോളേജിലുള്ള ബന്ധമായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു പരസ്പരം. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കല്യാണാചരണയായിട്ട് അവന്റെ വാപ്പയും ഉമ്മയും വന്നു. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു അവളോട് മതം മാറിയാലാണ് കല്യാണം കഴിക്കുള്ളൂ, ഇവരെ ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കൂന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞു. അവള് മറ്റേ പൊന്നാനി പോയിട്ട് 2 മാസം എന്റെ കോഴ്സ് ഉണ്ടെന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മാറിക്കോളാന്ന് പറഞ്ഞ ഇതൊക്കെ പറയുമ്പോ അപ്പം മരിച്ചിട്ട് 40 കഴിഞ്ഞുള്ളായിരുന്നു. അപ്പൊ 1 വർഷം കഴിയണല്ലോ ഈ നമ്മുടെ ഇതൊക്കെ ഒരു കല്യാണം നടത്താൻ. അപ്പൊ ആ 1 വർഷത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് അതൊരു ഇതായില്ല. അത് കഴിഞ്ഞിട്ട് അവര് ഓക്കെ എന്നാലും 1 വർഷം കഴിഞ്ഞ് നടത്താന്നും പറഞ്ഞ് അവര് പോയി. മതം മാറാനൊക്കെ റെഡി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ഇവനെ മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന് മറ്റേ ലോഡ്ജിന്ന് പിടിച്ചു ഇവനെ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നോട് ഒരു തെറ്റ് ചെയ്തു,
അപ്പൊ നീ എന്നോട് മതം മാറാൻ പറഞ്ഞത് പറയാതെ നമുക്ക് രണ്ടുപേർക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും പോയി ജീവിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവള് എന്റെ അടുത്ത് കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൻ അവിടെ വന്നു, കൂട്ടുകാരിയുടെ അടുത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പറഞ്ഞു തിങ്കളാഴ്ച ആലുവ രജിസ്ട്രാർ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാന്നും പറഞ്ഞു ഇവൻ ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ചെന്ന് കഴിഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ കുടുംബക്കാര്, ഇവന്റെ കൂട്ടുകാരന്മാര് എല്ലാരും ഉണ്ടായിരുന്നു. ഇവര് എന്റെ മറ്റേ റൂമിൽ പൂട്ടിയിട്ട് ഇവളെ ക്രൂരായി മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചു. അപ്പൊ മൊത്തം പ്രഷറിൽ ഒന്നും ഇവള് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല, വീട്ടിലൊന്നും പറഞ്ഞില്ല. അപ്പം അവൾ അകത്തൊതുക്കി. അത് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇവരവിടെ പ്രഷർ കൊടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിക്ക് പോകാൻ വണ്ടി റെഡി ആക്കിക്കോ, നീ വണ്ടി കയറിയാൽ മതി, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി, നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പറയും, അല്ലാതെ നിന്നെ ഈ റൂമിൽ നിന്ന് തുറന്നു വിടില്ല എന്നും പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് പറ്റില്ല, മതം മാറാൻ പറ്റില്ല, ഇവന് എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ എന്തിനു മാറണേ, എന്റെ വീട്ടിലാക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ഇവരൊരു 2 മണിയൊക്കെ ആയപ്പോ വീട്ടിൽ വന്നു. അപ്പൊ ഇവള് ഇതൊന്നും വീട്ടിൽ വന്നിട്ടും പറയല്ല, കൂട്ടുകാരുടെ അടുത്തൊന്നും വന്നു എന്നല്ലേ പറയണേ. അത് കഴിഞ്ഞിട്ട് ഇവള് സ്കൂളിലൊക്കെ പോയി, ഇവള് മറ്റേ TTC പഠിച്ചുകൊണ്ടിരിക്കുക. അതും പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള മെസ്സേജ് ഇപ്പൊ ഈ മരിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് വാട്സ്ആപ്പ് ഫോണില്. ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ ഇത് പറഞ്ഞിട്ട് ഇവൻ മരിക്കാൻ പോവാന്നോ ഇവള് പറയുമ്പോ ഇവൻ പറഞ്ഞു മരിച്ചോ, നീ മരിക്കുന്നും പറഞ്ഞു. അവര് മതം മാറാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ചു എന്നും പറഞ്ഞ് അവള് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടാണ് അവള് മരിച്ചത്. അവൾക്ക് മതം മാറാനുള്ള പ്രഷറിലാണ് ഏറ്റവും കൂടുതൽ അവര് അത്രയും പൂട്ടിയിട്ട് മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ മരിച്ചതിന് ശേഷമായിട്ടാണ്. ഇതാണ് ഉണ്ടായ സംഭവം. നാം ഈ സഹോദരന്റെ പ്രതികരണം വരുമ്പോൾ അതിലും മതം മാറാൻ പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മതപരിവർത്തനം എന്ന തരത്തിലുള്ള ലക്ഷ്യം തന്നെയായിരുന്നു റമീസ് മുന്നിൽ കണ്ടത് എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഈ സഹോദരൻ സോനയുടെ വാട്സപ്പ് ചാറ്റുകളും സംഭാഷണങ്ങളുടെ ഓഡിയോയും ഒക്കെ കേട്ട് നോക്കുമ്പോൾ അതിൽ റമീസ് ആവർത്തിച്ച് പറയുന്നത് നീ മതം മാറണം, മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന കാര്യം മാത്രമാണ് ആവർത്തിച്ച് പറയുന്നത്. ഈ റമീസിനോടൊപ്പം ജീവിക്കണമെങ്കിൽ അതിന് മതം മാറണം എന്ന് തന്നെയാണ് റമീസ് ആവർത്തിച്ച് പറയുന്നത്. ഇത് ഈ പെൺകുട്ടിക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. റമീസിന് തന്നോട് സ്നേഹമില്ല, പകരം താൻ മതം മാറിയാൽ മാത്രം മതി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് സോനയ്ക്ക് പോലും മനസ്സിലാകുന്ന സ്ഥിതിയായിരുന്നു. അപ്പോഴും ഈ റമീസിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഒരു ലോഡ്ജിൽ വെച്ചൊക്കെ റമീസിനെ അനാശാസ്യത്തിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും സോന വിവാഹത്തിന് തയ്യാറായി. കാരണം കുടുംബമൊക്കെ അറിഞ്ഞതാണ്. അതിൻ്റെ ഒരു നാണക്കേട് കൂടി കുട്ടിയുടെ മനസ്സിലുണ്ടായി. ഇനിയിപ്പോൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ റമീസിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചൊക്കെ നാട്ടുകാരോ അല്ലെങ്കിൽ കുടുംബവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കുൾപ്പെടെ അത് നാണക്കേടാണെന്ന സോനയ്ക്ക് വലിയ മാനസിക വിഷമമുണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ, മതം മാറാൻ നിൽക്കണ്ട എന്ന് റമീസിനോട് പറഞ്ഞു. പക്ഷേ റമീസിന്റെ ആവശ്യം ഈ കുട്ടി മതം മാറണം എന്ന് തന്നെയായിരുന്നു. വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ കുട്ടിക്ക് നൽകിയത്. വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു. അത് റമീസിന്റെ മാതാവും പിതാവും ഒപ്പം തന്നെ കൂട്ടുകാരും ഒക്കെ കണ്ടു നിൽക്കുകയാണ് ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചത്. പിന്നീട് പറയുന്ന സാഹചര്യമുണ്ടായി, വണ്ടിയിൽ നീ കയറിയാൽ മതി, കാറിൽ നീ കയറിയാൽ മതി, പൊന്നാനിയിൽ പോയി 2 മാസത്തെ മതപഠനത്തിന് ശേഷം നീ മതം മാറി തിരിച്ചു വന്നാൽ മതി, അതുവരെ അതിനുശേഷം കുടുംബം ഇത് അറിഞ്ഞാൽ മതി, പിന്നീട് വിവാഹം നടത്താം എന്ന് കുട്ടിയോട് ആവർത്തിച്ച് യുവാവ് പറയുന്നതായും കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം സോന തന്റെ കൂട്ടുകാരിയോടും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് പോലീസ് എത്തി. ഈ പെൺകുട്ടി സോന മരിച്ച് ആശുപത്രിയിൽ മൃതദേഹം കൊണ്ടു ചെന്നപ്പോൾ തന്നെ ആശുപത്രി വൃത്തങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുകയും കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഈ കുടുംബത്തിന്റെയും കൂട്ടുകാരികളുടെ ഒക്കെ മൊഴിയെടുക്കുമ്പോഴാണ് കൂട്ടുകാരി ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. ഒപ്പം ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തു. അതിലും ആ കുട്ടി ആത്മഹത്യാ കുറിപ്പിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്?
സോന, എന്തായാലും പോലീസ് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. കുടുംബത്തിനും പരാതിയുണ്ട്. കൂട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് ഈ കേസ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും വിശദമായിട്ടുള്ള ഒരു പരിശോധന, പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം കോതമംഗലം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൊഴിയെടുത്ത ശേഷം റബീസിനെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെയും നീക്കം. കാരണം ഇതിലൊരു നിർബന്ധിത മതപരിവർത്തനമുണ്ടെന്ന് കുടുംബത്തിന്റെ ആരോപണമുണ്ട്. കൂട്ടുകാരിയുടെ സാക്ഷിമൊഴിയുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് യുവാവിനെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നീക്കത്തെ ഉൾപ്പെടെ അറിയാൻ സാധിക്കും. പറവൂർ സ്വദേശിയാണ് റമീസ്. ഈ പെൺകുട്ടിയുമായി വളരെ വർഷങ്ങളായി ഇവർ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ ഇവർ പ്രണയത്തിലായിരുന്നു. കുടുംബം അറിയുന്ന ഒരു ബന്ധം തന്നെയായിരുന്നു. ഈ മതം മാറുന്നതിനു വേണ്ടി പെൺകുട്ടിക്ക് സമ്മതമായിരുന്നു, പെൺകുട്ടിയുടെ കുടുംബത്തിനും സമ്മതമായിരുന്നു. പക്ഷെ പിന്നീട് കുട്ടിയുടെ അച്ഛൻ മരിച്ചതുകൊണ്ടാണ് കല്യാണം ഒരു വർഷത്തേക്ക് മാറ്റിവെക്കണം എന്ന ഒരു നിബന്ധന ഈ പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിലേക്ക് തയ്യാറായിരുന്നില്ല റമീസിന്റെ കുടുംബം. കുട്ടി മതം മാറണം, മതപരിവർത്തനം നടത്തണം എന്ന ഒരു നിർബന്ധത്തിൽ തന്നെയായിരുന്നു കുടുംബവും നിന്നിരുന്നത്. അതിനിടയിലാണ് റമീസിനെ ഈ അനാശാസ്യത്തിന് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ മാനസിക സമ്മർദ്ദം ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടായിരുന്നു. ശാരീരികമായി അതിനെ വളരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിച്ചു. അതിനുശേഷമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ശരി. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് ശ്രമിച്ചു ഈ യുവാവ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, സംവരണം നേടാൻ ജാതിമാറ്റം. സംവരണത്തിനായി ജാതി മാറ്റ തട്ടിപ്പ് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ആയിരുന്നു ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി നടക്കുന്ന ജാതി മാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഒക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുത്തവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് നിരവധി പേർ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത് ന്യൂസ് 18 തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിലെ വിശദ വിവരങ്ങളിലേക്ക്. സംവരണാനുകൂല്യം കുറവുള്ള ജാതികളിലുള്ളവരാണ് ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നവരിലേറെയും. ക്രീമിലെയർ ബാധകമല്ലെന്നതും ഇത്തരത്തിലുള്ള ജാതിമാറ്റത്തിന് കാരണമാണ്. നാടാർ, ഈഴവ, പരിവർത്തിത ക്രൈസ്തവർ, SIUC, RC തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവരൊക്കെ ലത്തീൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളതായി ന്യൂസ് 18 അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മറ്റു ജാതികളിലുള്ളവർ സംവരണം തട്ടിയെടുക്കുമ്പോൾ ദുരിതത്തിലാകുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലാണ് ഏറ്റവും അധികം പേർ അനധികൃതമായി ലത്തീൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ മറ്റു മേഖലകളിലും കൊല്ലം ജില്ലയിലുമൊക്കെ സമാനമായ സ്ഥിതിയുണ്ട്. പുനലൂർ രൂപതയുടെ പരിധിയിൽ പരിവർത്തിത ക്രൈസ്തവരായ നിരവധി പേരടക്കം മറ്റു ജാതികളിലുള്ളവർ ലത്തീൻ സമുദായത്തിലെത്തി. ബിഷപ്പ് ഹൗസിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സഹായരേഖയായി പരിഗണിക്കാമെന്ന സർക്കാർ ഉത്തരവാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് വിവിധ സംഘടനകളുടെ ആവശ്യം. ഇതൊക്കെ അന്വേഷണം വരും. ഇന്നല്ലെങ്കിൽ നാളെ അന്ന് ഇങ്ങനെ ജോലി വാങ്ങിച്ചവരുടെ ജോലികൾ പോകും. ഒരു ചെറിയ സർവേ നടത്തട്ടെ. ഇതേ തന്നെ പരസ്യമായിട്ട് അച്ഛന്മാർ പറയുന്നില്ല, ഒരച്ഛനെ പറഞ്ഞുള്ളൂ. അവരിടയിൽ ഒരു സർവേ നടത്തട്ടെ, ഇത് ക്രൂരകൃത്യമാണ്, തെറ്റ് എന്ന്. വിഷയത്തിൽ രൂപതാ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൽ സമുദായത്തിലുള്ളവർക്ക് തന്നെ ശക്തമായ എതിർപ്പുണ്ട്. കേരള നിയമസഭ ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. അത് പ്രത്യേകിച്ച് ക്രിത്താട്സ് വഴിയാണ് അവർ ചോദിച്ചത്. അതിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ആരാണ് ലത്തീൻ കത്തോലിക്കർ? അപ്പോൾ ലത്തീൻ കത്തോലിക്കർ എന്ന ചോദ്യം അവർ കൊടുത്ത മറുപടി വളരെ കൃത്യമാണ്. 1947 മുമ്പ് പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും മതപരിവർത്തനം നടത്തിയവരും അവരുടെ പിൻതലമുറക്കാരുമാണ് ലത്തീൻ കത്തോലിക്കരായി അറിയപ്പെടുന്നത്. അതിൽ വളരെ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളതാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും. സഭാവിശ്വാസികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിയമപരമായാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നാണ് രൂപതയുമായി ബന്ധപ്പെട്ടവരുടെ വാദം.
കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളവർ മാത്രമല്ല നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ളത്. എല്ലാ ആളുകളും പല വിഭാഗങ്ങളിൽ വന്നവരുണ്ട്. ആ വന്നവരിൽപ്പെട്ട ആളുകളെ ഏകോപിപ്പിച്ച് ലാറ്റിൻ കാത്തലിക് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ജിയോയിലുള്ളത്. ആ ജിയോ ആരും ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ഇത്തരം ചർച്ച വന്നത്. അർഹതപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം ലഭിക്കാനായി സാക്ഷ്യപത്രം നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ അർഹതയില്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അത് ജാതിമാറ്റത്തിനും ചിലപ്പോഴൊക്കെ മതം മാറ്റത്തിനും വരെ വഴിയൊരുക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ബന്ധപ്പെട്ടവർ കാണാതിരുന്നുകൂടാ. പ്രദീപ് സി നിറമൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ലത്തീൻ കത്തോലിക്ക ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി വിട്ടു നൽകില്ലെന്ന് നെയ്യാറ്റിൻകര രൂപത. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണോ എന്ന് പറയാനുള്ള അവകാശം ബിഷപ്പിനാണെന്ന് മോൺസിയർ ജി ക്രിസ്തുദാസ് പറഞ്ഞു. അത് വില്ലേജ് ഓഫീസർക്കോ മറ്റോ ഉദ്യോഗസ്ഥർക്കോ തേരെഴുതി കൊടുക്കില്ല. ലത്തീൻ കത്തോലിക്കർക്കുള്ള സംവരണം സമുദായത്തിലെ എല്ലാവർക്കും അർഹതപ്പെട്ടതാണെന്നും മോൺസിയർ ക്രിസ്തുദാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു ജാതിമാറ്റ വിവാദത്തിൽ സഭയുടെ നിലപാട് രൂപത മുൻ വികാരി ജനറൽ വ്യക്തമാക്കിയത്. ഇടവകയിൽ നിന്ന് പിന്നെ ലെറ്റർ കൊണ്ടുവരുമ്പോഴും അത് ലാറ്റിൻ കാത്തലിക്കാണ്. ഇയാള് ഞാൻ ക്രിസ്തുദാസ്, ഞാൻ ലാറ്റിൻ കാത്തലിക്കാന്ന് പറയാനുള്ള അവകാശം ബിഷപ്പിനാണ്. അല്ലാതെ പിന്നെ വില്ലേജ് ഓഫീസർക്കോ രാഷ്ട്രീയക്കാർക്കോ ഇന്നിവിടെ VSPക്കോ മറ്റ് ആൾക്കാർക്കോ ഒന്നും പേരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ആർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല, കൊടുക്കാൻ പോകുന്നുമില്ല. ഇത് നോക്കി മാത്രമേ ഒരു വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ. അതില് ഇങ്ങനെ വ്യാജമായിട്ട് ഇങ്ങനെ പിന്നെ ഈ നാടാർ സമുദായത്തിലുള്ളവർ ഈഴവ സമുദായം അങ്ങോട്ട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത് വ്യാജമായിട്ട് അത് രാഷ്ട്രീയം ഓരെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പിന്നെ വലിയൊരു ഭാഗം പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് പിന്നെ സാധാരണ ഉള്ള ഇതിന് മാത്രമേ നേരത്തെ രൂപത്തിൽ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു വിഭാഗം കൊണ്ട് പരിവർത്തനം ചെയ്തിട്ടൊന്നുമില്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിലേക്ക് വരുമ്പോൾ ഈ ആരോപണത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം 300 എംപിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് വൻ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പാർലമെന്റിൽ നിന്നും 11:30 ആരംഭിക്കുന്ന മാർച്ചിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി വിശദമായ രേഖ സമർപ്പിക്കുക അല്ലെങ്കിൽ പരാതി നൽകുക എന്നൊരു നിലപാട് കൂടി സ്വീകരിക്കുകയാണ്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? അനുശ്രീ, ഏതായാലും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കാരണം ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ വിഷയമായി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയായിരുന്നു. ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പല ദിവസവും സഭ സ്തംഭിക്കുന്നതും കണ്ടു. ഇരു സഭകളും മറ്റു നടപടികളിലേക്ക് കടക്കാതെ പിരിയുന്നതും കണ്ടു. ഏതായാലും 3 ആഴ്ച പിന്നിടുമ്പോൾ വോട്ട് ചോരി എന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ഉപയോഗിച്ച് BJP വിജയിക്കുന്നതടക്കം വിശദീകരിക്കുന്നതും കണ്ടു. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി പിന്നീട് ഹാജരാക്കിയത്. ഏതായാലും ആ വിഷയത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഏതായാലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം തന്നെ ഡിജിറ്റൽ രേഖകൾ, വോട്ടർ പട്ടിക ഡിജിറ്റൽ പതിപ്പ് പുറത്തുവിടണം തുടങ്ങിയ ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഏതായാലും ഉന്നയിക്കുന്നത്. 11:30 മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് ഈ മാർച്ചിന് അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ നിന്ന് ഈ മാർച്ച് ആരംഭിച്ച് വിജയ് ചൗക്കിൽ എത്തുമ്പോൾ തന്നെ മാർച്ച് തടയാൻ തന്നെയാണ് സാധ്യത. ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം, മാർച്ചിന് അനുമതി ഇതുവരെ ഇന്ത്യ സഖ്യം തേടിയിട്ടില്ല എന്ന പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വിജയ് ചൗക്കിൽ ഈ മാർച്ച് തടയും. വലിയ പ്രതിഷേധം അവിടെ എംപിമാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ആദ്യമായാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി സഖ്യം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തൃണമൂലും പലപ്പോഴായി അകന്നു നിൽക്കുന്ന സമീപനമൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. ഏതായാലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, വോട്ട് ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളിൽ ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഐക്യം പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള കക്ഷികളും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എല്ലാ എംപിമാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ കമ്മീഷൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് 30 എംപിമാരെങ്കിലും കൂടിക്കാഴ്ച നടത്താം എന്ന നിലപാടാണ് ഇപ്പോൾ കമ്മീഷനുള്ളത്. അത് അങ്ങനെയെങ്കിൽ ഈ മാർച്ചിന് ശേഷം എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഏതായാലും ഈ വിഷയം വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട്. മറുവശത്ത് കമ്മീഷനും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ
കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാർത്താ സമ്മേളനത്തിൽ, കഴിഞ്ഞ ആഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചില പേരുകളൊക്കെ തന്നെ പരാമർശിച്ചിരുന്നു. അതിൽ ചില പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷൻ തെളിവ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരുന്നത്. പ്രത്യേകിച്ച് ആദിത്യ ശ്രീവാസ്തവ, ശകുൻ റാണി തുടങ്ങിയ പേരുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. അതിൽ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തതിന് എവിടെയാണ് തെളിവ് എന്നാണ് രാഹുൽ ഗാന്ധിയോട് കമ്മീഷൻ ചോദിച്ചിരിക്കുന്നത്. ഈ തെളിവ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അനുശ്രീ. ശരി, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ ഇന്ന് ഇന്ത്യ സഖ്യം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. 300 എംപിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കായിരിക്കും പ്രതിഷേധം സംഘടിപ്പിക്കുക. 11:30 ആരംഭിക്കുന്ന മാർച്ചിന് രാഹുൽ ഗാന്ധിയായിരിക്കും നേതൃത്വം നൽകുക. ER രാഗേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ തൃശൂരിലെ BJP വിജയം ക്രമക്കേട് കൊണ്ട് നേടിയതാണെന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. 2019 വോട്ടർ പട്ടികയിൽ 62,318 വോട്ടിന്റെ വർധന മാത്രമാണ് തൃശൂരിലുണ്ടായത്. എന്നാൽ 2024 അത് 1,46,650 ഇതിൽ അസ്വാഭാവികതയുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ ജനസംഖ്യയിൽ കുത്തനെ വർധന ഉണ്ടായിട്ടില്ല. എറണാകുളമോ കോഴിക്കോടോ തിരുവനന്തപുരമോ പോലെ ജോലിക്കായി കൂടുതൽ ആളുകൾ കുടിയേറുന്ന സ്ഥലവുമല്ല തൃശൂർ. വോട്ടെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒഴിഞ്ഞ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസം ഉപയോഗിച്ച് BJP വലിയ തോതിൽ പേരുകൾ ചേർത്ത് കൃത്രിമമായി നേടിയതാണ് വിജയം എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇത് തന്നെയാണ് ബംഗളൂരുവിൽ കണ്ടതെന്നും KPCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആരോപിച്ചു. ഗാസ സിറ്റിയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ പലസ്തീനിലെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇയാൾ ഹമാസ് പ്രവർത്തകനാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു. ഇനിയും കൂടുതൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, മുൻപ് UN ഉൾപ്പെടെ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്ത കാര്യമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ. UN-ന്റെ തന്നെ ഈ പാലസ്തീനിലെ പ്രതിനിധി പറയുന്നത് ഇതുവരെ മൊത്തത്തിൽ പാലസ്തീനിലാകെ 280ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗാസ സിറ്റിയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അൽ ജസീറയുടെ പലസ്തീനിലെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. എന്നാൽ ഇയാൾ ഹമാസ് പ്രവർത്തകനാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. വിവരങ്ങളുമായി അജയ് സുധാ വിജി ചേരുന്നുണ്ട്. അജയ്, തുടരാം. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗാസ സിറ്റിയിലാണ് ആക്രമണം ഉണ്ടായത്. 5 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അൽ ജസീറയുടെ പാലസ്തീനിലെ 2 റിപ്പോർട്ടർമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 3 ക്യാമറാമാൻമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന വിവരവും പുറത്തു വരുന്നു. അജയ്, തുടരാം. അനുശ്രീ, ഇസ്രായേലിൻ്റെ ഈ ഗാസയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ദാരുണമായിട്ടുള്ള ഒരു സംഭവം വരുന്നത്. ഗാസ സിറ്റിയിലുള്ള അൽഷിഫ ആശുപത്രിയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഈ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത്. അൽ ജസീറയുടെ പാലസ്തീനിലെ പ്രതിനിധികളാണ് ഈ കൊല്ലപ്പെട്ട 5 പേരും. ഈ ഗാസ സിറ്റിയിലുള്ള അൽഷിഫ ഹോസ്പിറ്റലിന് മുൻപിലായി ഇവർ ഒരു ടെൻറ്റ് കെട്ടിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിങ്ങിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഈ ടെൻറ്റിന് നേരെയാണ് ഇസ്രായേലി ആക്രമണം ഉണ്ടായത്. വിഷയത്തെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ അൽ ജസീറ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ ജേർണലിസ്റ്റ് ആണെങ്കിലും അവരെല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഈ ഗാസ പിടിച്ചടക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഈ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനം എന്നാണ് ഏറ്റവും പുതുതായിട്ടുള്ള പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ?
അതെ, ഈ പാലസ്തീൻ്റെ ഏറ്റവും മികച്ച യുവ മാധ്യമപ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ച ഒരു റിപ്പോർട്ടർ കൂടിയാണ് അനസ് അൽ ഷെരീഫ് എന്ന് പറയുന്നത്. വെറും 28 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത്. ഇയാളൊരു ഹമാസ് പ്രവർത്തകനാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പുറത്തുവിട്ട പ്രസ്താവനയിലും പറയുന്നത് ഇയാൾ ഹമാസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇസ്രായേൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഉൾപ്പെടെ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് ആരോപിച്ചു. ഹമാസിൻ്റെ ഒരു പ്രത്യേക സെല്ലിന് നേതൃത്വം നൽകുന്നത് ഇയാളാണ് എന്നുൾപ്പെടെയാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. ഇത് മറ്റ് വ്യാപകമായിട്ട് നടത്തിയ അറ്റാക്ക് അല്ല, ഇതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു. ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഇയാൾക്കൊപ്പം മുഹമ്മദ് ഖ്രീജെ എന്ന് പറയുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇയാളും അൽ ജസീറയുടെ പ്രതിനിധി തന്നെയാണ്. മറ്റ് 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. ഈ മരിക്കുന്നതിന് കുറച്ച് മുൻപ് വരെ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അയാൾ ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ തുടരുന്ന ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണങ്ങളായിരുന്നു. ഇപ്പോൾ ഗാസയിൽ ഈ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് അരികിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നത് ഈ അനസ് അൽ ഷെരീഫായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് ലോക മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇദ്ദേഹത്തിലൂടെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ UN ഉൾപ്പെടെ യു എന്നിൻ്റെ പാലസ്തീനിലെ പ്രതിനിധിയാണെങ്കിലും അതുപോലെ തന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ആണെങ്കിലും ആരോപിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനവുമില്ലാതെയാണ് ഗാസയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായിരിക്കുന്നു. 5 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സഖ്യകക്ഷികൾ രംഗത്ത്. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഫിൻലാൻഡ് എന്നിവർക്കൊപ്പം യൂറോപ്യൻ കമ്മീഷനും ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. സംയുക്ത പ്രസ്താവനയിലാണ് ആവശ്യം. ആഗസ്റ്റ് 15-നാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര ശക്തികൾ തമ്മിൽ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും യുക്രൈനെ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സഖ്യകക്ഷികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം സഖ്യകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്നത്. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഫിൻലാൻഡ് എന്നിവരാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കമ്മീഷനും ഈ ആവശ്യവും രംഗത്ത് വന്നിരിക്കുന്നു. പ്രധാനമായും ഇവർ പറയുന്നത് ഇതൊരു ത്രികക്ഷി ചർച്ചയല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടാകില്ല. 2 പേർ മാത്രം കൂടിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. റഷ്യയും അമേരിക്കയും മാത്രം ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. യുക്രൈനെ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു ചർച്ച ഫലവത്താവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രധാനമായും സെലൻസ്കിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ത്രികക്ഷി യോഗം നടത്താൻ തയ്യാറാണ് എന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകില്ല. ഇത്തവണ റഷ്യയും ട്രംപും തമ്മിൽ, അതായത് പുടിനും ട്രംപും തമ്മിലായിരിക്കും ചർച്ചയുണ്ടാവുക. മറ്റ് ആരെയും ഈ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ ഇതിനെതിരെ വലിയ സമ്മർദ്ദമാണ് സഖ്യകക്ഷികളിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനം മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. 10 വർഷത്തിന് ശേഷമാണ് 2 വലിയ ശക്തികൾ തമ്മിൽ, അതായത് അന്താരാഷ്ട്ര ശക്തികൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ടാകുന്നത്. റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച എങ്കിൽ കൂടിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവയും ഇതിൽ ചർച്ചയാകുമോ എന്നൊരു സംശയവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. പ്രധാനമായും റഷ്യ യുക്രൈൻ സമാധാന ഉടമ്പടിയായിരിക്കും ചർച്ചയുണ്ടാവുക. ഇതിൽ 2 പ്രവിശ്യകൾ, യുക്രൈൻ്റെ 2 പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച കാര്യത്തിലും തീരുമാനമാകും എന്നാണ് ഇത് സംബന്ധിച്ച കരാർ തയ്യാറാക്കുന്നവരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രവിശ്യയും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്ന് യുക്രൈൻ ഇന്നലെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഫലവത്താകും എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ട്. ഏതായാലും സഖ്യകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. പ്രധാനമായും ഉന്നയിക്കുന്നത് യുക്രൈനെ കൂടെ ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്നാണ്. അനുശ്രീ, അതാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സഖ്യകക്ഷികൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സുവി വിശ്വനാഥനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കി. AI-2455 വിമാനമാണ് റഡാർ തകരാറിലായതോടെ ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയത്. 5 MPമാർ ഉൾപ്പെടെ 160 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ലാൻഡിംഗിന് ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതായി KC വേണുഗോപാൽ MP ആരോപിച്ചു. എന്നാൽ എയർ ഇന്ത്യ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. ചെന്നൈ ATC നിർദ്ദേശിച്ചതുകൊണ്ടാണ് വീണ്ടും വിമാനം ഉയർത്തിയതെന്നാണ് വിശദീകരണം. സംഭവിച്ചത് ഗോ അറൌണ്ട് എന്ന സാധാരണ പ്രശ്നം മാത്രമാണെന്നും എയർ ഇന്ത്യ വിശദീകരിക്കുന്നുണ്ട്. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലാണ് ഡൽഹിയിൽ എത്തിച്ചത്. സുരക്ഷിതമായി എത്തിച്ചതിന് പൈലറ്റിന് നന്ദി അറിയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ച് വിനായകൻ. ഫേസ്ബുക്കിൽ നാളിതുവരെ പോസ്റ്റ് ചെയ്ത അധിക്ഷേപ പോസ്റ്റുകളെല്ലാമാണ് പിൻവലിച്ചത്. നേരത്തെ വിനായകനെ ബഹിഷ്കരിക്കുമെന്ന് മലയാളം പിന്നണി ഗായകരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ ഇന്ന് എറണാകുളം ജില്ലാ സബ് കോടതി പരിഗണിക്കും. ബൈലോയ്ക്ക് വിരുദ്ധമായി തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയെ നിയമിച്ചതിനെതിരെയും തന്റെ പത്രിക തള്ളിയതിനെതിരെയുമാണ് സാന്ദ്രയുടെ ഹർജികൾ. വരണാധികാരിയെ നിയമിച്ചതിനെതിരായ ഹർജിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച 3 മണിക്കൂറോളം വാദം നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട ഹർജി വരണാധികാരിയുടെ വിശദീകരണം കേൾക്കാനായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വാദത്തിനൊടുവിൽ തനിക്ക് അനുകൂലമായ ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാന്ദ്ര തോമസ്. രാവിലെ 11:30 ശേഷമായിരിക്കും സാന്ദ്രയുടെ 2 ഹർജികളും പരിഗണിക്കുക. കോഴിക്കോട്ടെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് സഹോദരനാണ് വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയത്. മൊബൈൽ സിഗ്നൽ അവസാനമായി ലഭിച്ച ഫറോക്ക് പാലം ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലും ഫലം കണ്ടിട്ടില്ല. തമ്പാട്ടുതാഴം സ്വദേശി പ്രമോദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇരുവരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 4 പേരും വെന്റിലേറ്ററിലാണുള്ളത്. ഒരാളെ രാത്രി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വഴിയാത്രക്കാരായ ശ്രീപ്രിയ, ആഞ്ജനേയൻ, ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ, ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥിനെതിരെ അന്വേഷണം തുടരുകയാണ്. ഇയാൾ ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുകയാണ്. 40 കിലോ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. മുർഷിദാബാദ് സ്വദേശികളായ സുരോജ്, രാജു എന്നിവരാണ് പിടിയിലായത്. ട്രെയിനിൽ 3 ട്രോളി ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചത്. കൊച്ചി ഡാൻസ് ഓഫ് ടീമാണ് പ്രതികളെ പിടികൂടിയത്. ഓണം ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് കടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വീട്ടിലെ പോർച്ചിൽ കിടന്ന കാറിനും ടോൾ പിരിച്ചതായി പരാതി. കൊച്ചി സ്വദേശിയുടെ കാർ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയി എന്ന് കാണിച്ചായിരുന്നു ഫാസ്ടാഗിലൂടെ പണം നഷ്ടമായത്. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. മുൻ ഗവൺമെന്റ് ലീഡറായ PK സജീവന് തന്റെ കാർ ഓഗസ്റ്റ് 8 ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ടോൾ പ്ലാസ വഴി കടന്നുപോയെന്ന സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം സജീവൻ വീട്ടിൽ തന്നെയായിരുന്നു. ടോൾ പ്ലാസ വഴി കടന്നുപോയതിനുള്ള പണം 90 രൂപ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശവും ഉടൻ ലഭിച്ചു. എൻ്റെ വണ്ടി പാലിയേക്കര കടന്നുപോയതായിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90 രൂപ കുറഞ്ഞതായിട്ടുള്ള മെസ്സേജാണ്. അത് 8/8 പാലിയേക്കര കടന്നുപോയത്. ഞാൻ അത്ഭുതപ്പെട്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം? എനിക്കറിയാമല്ലോ എൻ്റെ വണ്ടി പുറക്കാത്ത കിടക്കണമെന്നുള്ളത്. ഞാൻ അന്ന് 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വീടിന് അപ്പുറവും ഇപ്പുറവും CCTV ഉണ്ട്, പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. മാത്രമല്ല എൻ്റെ വണ്ടി കടന്നു പോയതിന് അവർക്കും അവിടെ തെളിവുണ്ടാകും, അവർക്കും CCTV ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല, ഇത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. പക്ഷേ ആരും ഈ ചെറിയ തുകയായതുകൊണ്ട് ആരും പരാതിപ്പെടാനായിട്ട് മെനക്കെടില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ എനിക്ക് തന്നെ, ഞാനൊരു പ്രോസിക്യൂട്ടറായിരുന്ന ആളായിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ അനുഭവം, ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് അവർ തർക്കം ഉന്നയിക്കുകയാണ് പോലീസ്. പലർക്കും സമാനമായ സന്ദേശം ലഭിക്കാറുണ്ടെന്നും തുക കുറവായതിനാൽ ആരും പരാതിയുമായി പിറകെ പോകാത്തതാണെന്നും തന്റെ അന്വേഷണത്തിൽ ബോധ്യമായതായി സജീവൻ പറയുന്നു. എന്നാൽ ഇതൊരു പൊതുപ്രശ്നമായി നിയമവഴിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സജീവൻ വ്യക്തമാക്കി. ഈ ഇഷ്യൂ ഒരു പബ്ലിക് കോസാണ്, യാതൊരു സംശയവും വേണ്ട. ഇതിനും റിസൾട്ട് കണ്ടെത്തണം. ഈ കൊള്ള അവസാനിപ്പിക്കണം. ഇതൊരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന, എൻ്റെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ചെറുതല്ല, തുകയുടെ ആസ്പെക്ട്സിൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ചെറുതല്ല. ഇതിന് വിദൂരവ്യാപകമായ ഒരു വലിയ
ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ ഒരു നാടിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒരു പാറമടയുടെ പ്രവർത്തനം. അനുമതി വാങ്ങിയ ശേഷം ആരംഭിച്ച പാറമടയുടെ പ്രവർത്തനം സമീപ പഞ്ചായത്തുകളിലേക്ക് കൂടി കടന്നു കയറിയതായാണ് പരാതി. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പാറ പൊട്ടിക്കൽ നിർബാധം തുടരുകയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനാൽ തന്നെ വലിയ ഭീതിയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ മിക്ക വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തുള്ള പാറമടയുടെ പ്രവർത്തനം വീടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് പരാതി. കളക്ടർക്ക് പരാതി കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ ഈ പാറമടയുടെ ഓണറുടെ മാനേജർ വളരെ മോശമായിട്ട് അവരെ അപമാനിച്ച് ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയെ സാജൻമണി അടക്കമുള്ള ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് പിണറായി വിജയനെ അറിയാവോ, പിണറായി വിജയനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്നുള്ള രീതിയിൽ ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ പറഞ്ഞ സെക്രട്ടറിയോടും ഇവിടെ വന്ന ആളുകളോടും പെരുമാറിയിട്ടുള്ളത്. പാറമടയ്ക്ക് അനുമതി ലഭിച്ചിരുന്നത് ഇടവെട്ടി പഞ്ചായത്തിലാണ്. എന്നാൽ സമീപ പഞ്ചായത്തായ ആലക്കോട് പഞ്ചായത്തിലും പാറ പൊട്ടിക്കുന്നതായാണ് പരാതി. സമീപത്ത് ആൾതാമസമുള്ള വീടുകളുണ്ടെങ്കിൽ നിശ്ചിത ദൂരം പാലിച്ച് മാത്രമേ പാറ ഖനനം ചെയ്യാവൂ. എന്നാൽ പ്രദേശത്ത് നിയമം പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പാറമട ഉടമയ്ക്ക് ആലക്കോട് പഞ്ചായത്ത് കഴിഞ്ഞ മാസം 31-ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ലെന്നും ആരോപണമുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി, പോലീസ്, സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന സമിതി, ജില്ലാ കളക്ടർ തുടങ്ങി പലയിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും ഇല്ലാത്തത് നടപടി മാത്രം. ഇവിടെ ഈ പാറമടയെ ബന്ധപ്പെട്ട് ഇവിടെ അടുത്ത പ്രദേശത്ത് ഈ പാറമടയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു 7ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ അവരുടെ സ്വൈര്യജീവിതത്തിനും അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരവും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ഈ വഴിയുടെ അവസ്ഥ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പം നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ പാറമടയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാറമട നിയമവിരുദ്ധമായി നടത്തുന്ന എല്ലാ ഇടപാടുകളും തടഞ്ഞുകൊണ്ട് ഇത് നിയമപരമായി പ്രവർത്തിക്കുന്ന തരത്തിൽ മാത്രമേ ഈ പാറമട ഇനി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുള്ളൂ. കുട്ടികളും കിടപ്പ് രോഗികളും വൃദ്ധരും ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ് ഇവിടെ കഴിയുന്നത്. അധികാരികൾ എത്രയും വേഗം വിഷയത്തിൽ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാലപ്പഴക്കത്തിൽ ചോർന്നൊലിക്കുന്ന വീടുകൾക്കുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കട്ടപ്പന ശിവലിംഗ ഉന്നതിയിലെ കുടുംബങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീടുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കായി പട്ടികവർഗ വികസന വകുപ്പ് ധനസഹായം നൽകാത്തതാണ് ഈ പ്രതിസന്ധിക്കൊക്കെ കാരണം. പട്ടികവർഗ വികസന വകുപ്പ് നൽകിയ 1.25 ലക്ഷം രൂപയും കൂലിവേല ചെയ്ത് സ്വന്തമായി കണ്ടെത്തിയ ചെറിയ തുകകളും ചേർത്താണ് കട്ടപ്പന ശിവലിംഗ ഉന്നതിയിലെ കുടുംബങ്ങൾ വീടുകൾ നിർമ്മിച്ചത്. 50-ലധികം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കാലപ്പഴക്കത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഭിത്തികൾക്ക് വിള്ളൽ വീഴുകയും കോൺക്രീറ്റ് ഭാഗം ചോർന്നൊലിക്കുകയും ചെയ്യുന്നു. മഴ ശക്തമായ ദിവസങ്ങളിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. വീട് ഭയങ്കര ചോർച്ചലാണ്. മഴ പെയ്താൽ മൊത്തം കിടക്കാൻ പറ്റത്തില്ല. എത്ര വർഷമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് മടുത്തിരിക്കുകയാണ്. പ്രശ്നം വീടിൻ്റെ പ്രശ്നം ഭയങ്കര ചോർച്ചൽ, കാട്ടിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചോർച്ചൽ, കഞ്ഞി വയ്ക്കാൻ പാടാം. അതുകൊണ്ട് കിടക്കാനും മേല. അപേക്ഷ കൊടുത്തിട്ട് അവർ ഇതിന്റെ ഫണ്ടില്ലെന്നാ പറഞ്ഞത്. മിക്ക വീടുകൾക്ക് മുകളിലും ടാർപോളിനും പ്ലാസ്റ്റിക്കും വലിച്ചു കെട്ടിയാണ് കഴിയുന്നത്. കുട്ടികളുടെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെ മഴയത്ത് നനഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടെന്നും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് സർക്കാർ സഹായം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഈ മഴക്കാലമൊക്കെ ആയതോടെ ഒരുപാടിടങ്ങളിൽ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര സജീവമായിട്ട് ഉള്ള ഒരു സമയമാണിത്. അത്തരമൊരു വെള്ളച്ചാട്ടത്തിന്റെ വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സഞ്ചാരികളുടെ മനം കവരുകയാണ് പത്തനംതിട്ട റാന്നിയിലെ മാടത്തരുവി വെള്ളച്ചാട്ടം. മഴക്കാലമായതോടെ നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങി കുളിക്കാമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രകൃതി ഒരുക്കി നൽകിയ മനോഹര കാഴ്ചയാണ് റാന്നിയിലെ മാടത്തരുവി വെള്ളച്ചാട്ടം. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായി പ്രദേശവാസികൾക്ക് പുറമെ അയൽ ജില്ലയിൽ നിന്നുപോലും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അപകട സാധ്യത കുറവാണെന്നതാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണം. പാറയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിലെ കുളിയും അവിസ്മരണീയമാണ്. സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങാമെന്നതിനാൽ കുടുംബമായി ഇവിടേക്ക് എത്തുന്നവരും നിരവധിയാണ്. കുടുംബമായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വലിയ അപകടമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള
പ്രദേശമാണ്. വെള്ളത്തിലിറങ്ങാതെ വെറുതെ വന്നിരിക്കാനും നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പാറകളും വൃക്ഷങ്ങളും പ്രദേശത്തെ മനോഹരമാക്കുന്നു. കൂടുതലും യുവാക്കളാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ സോക്ക് പിറ്റ് സംവിധാനം ഒരുങ്ങുകയാണ്. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പൊതുയിടങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും തുടക്കമായി. തൃത്താല മണ്ഡലത്തിൽ മലിനജലത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സോക്ക് പിറ്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇതോടൊപ്പം പൊതുയിടങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും തുടക്കമിട്ടു. നിശ്ചിത വീടുകളെ കമ്മ്യൂണിറ്റികളായി തിരിച്ച് അടുക്കള, കുളിമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലം കമ്മ്യൂണിറ്റി സോക്ക് പിറ്റിൽ സംസ്കരിക്കും. സോക്ക് പിറ്റിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിലൂടെ മാലിന്യങ്ങൾ മണ്ണിലൂടെ സ്വാഭാവികമായി ഫിൽട്ടർ ചെയ്യപ്പെടും. പരിസ്ഥിതി മലിനീകരണം കുറച്ച് ശുചിത്വം നിലനിർത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടം പൂർത്തിയായ പദ്ധതിയുടെ ഉദ്ഘാടനവും മാലിന്യശേഖരണ ബിന്നുകളുടെ വിതരണവും തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മൂന്നാമത്തെ കാര്യം ശുചിത്വമാണ്. നമ്മൾ ലേശം പിന്നിലുണ്ടെങ്കിൽ അത് ആ കാര്യത്തിനാണ്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല മാതൃകയാണ്, നല്ല അംഗീകാരമൊക്കെ കിട്ടി. ഇത് പക്ഷേ അത്രത്തോളം ആയിട്ടില്ല. ഉള്ളതുപോലെ പറയണല്ലോ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തണം തീരുമാനിച്ചത്. ഹരിതകർമ്മസേനക്കാർ ഇവിടെ ഉണ്ട്. അവരെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് ദ്രവമാലിന്യ സംസ്കരണത്തിനായി കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് പദ്ധതി ഒരുക്കിയത്. തൃത്താല, ചാലിശ്ശേരി, നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി സോക്ക് പിറ്റ് സംവിധാനം പൂർത്തീകരിച്ചു. വീടുകളിൽ സ്ഥലപരിമിതി ഉള്ളതിനാലാണ് കമ്മ്യൂണിറ്റി സോക്ക് പിറ്റുകൾ സ്ഥാപിച്ചത്. മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലായി തെരഞ്ഞെടുത്ത 75 കേന്ദ്രങ്ങളിലാണ് ബിന്നുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ് ഉദ്ഘാടനം ചെയ്തത്. വിളയൂരിൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പണി കഴിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളായി 1.50 കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ് സ്കൂൾ നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നാണ് വിളയൂരിലേത്. ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും സമൂഹത്തിൽ ഭിന്നശേഷിക്കാരോടുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. പാർക്കുകൾ, ലൈബ്രറികൾ എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം എന്ന് പറയുമ്പോൾ തടസ്സരഹിത കേരളത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും പൊതുവിടങ്ങളും മാത്രമല്ല മനോഭാവങ്ങളിലും മാറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ്, വൈദഗ്ധ്യ പോഷണത്തിനും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. 4 കെട്ട് രൂപത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിൽ കുട്ടികൾക്കായുള്ള കൗൺസിലിംഗ് റൂം, ക്ലാസ് മുറികൾ, സെൻസറിംഗ് റൂം, ഓഫീസ് റൂം, പാചകപ്പുര, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് 18 പാലക്കാട്. കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം ഒരുങ്ങുകയാണ്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് ചുമതല. 3 കോടി രൂപ ചെലവിൽ 2 നിലകളിലായി ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് നിർമ്മാണം. 2027 സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. ഇതിനായി 3 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങളായുള്ള ആവശ്യമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച കൊപ്പത്ത് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളത്. തുടർന്ന് 2018 താൽക്കാലിക വാടക കെട്ടിടത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കാത്തിരിപ്പിനൊടുവിൽ സ്ഥലം കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ സ്വന്തമായുള്ള പോലീസ് സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്തെ 50 സെന്റ് സ്ഥലത്താണ് 2 നിലകളിലായി പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക. കൊപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. അതിനും കൂടെ നല്ലൊരു കെട്ടിടം, വെറുമൊരു കെട്ടിടമല്ല. ഇന്ന് കേരളത്തിലൊരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനുള്ള സൗകര്യങ്ങൾ,
അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള പോലീസ് സ്റ്റേഷനായിട്ട് കൊപ്പം പോലീസ് സ്റ്റേഷൻ മാറും. കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. 2 നിലകളിലായി എല്ലാ സജ്ജീകരണങ്ങളും ആധുനിക സംവിധാനത്തിൽ ഒരുക്കിയാവും പണി പൂർത്തീകരിക്കുക. യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം ലഭിക്കും. കൊപ്പം, കുലുക്കല്ലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ. ന്യൂസ് 18 പാലക്കാട്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോഴിക്കോട്ടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകൾ വോട്ടർ രജിസ്ട്രേഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. വോട്ടർ രജിസ്ട്രേഷൻ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേര് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉയർത്തുക, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളാണ് ഡ്രൈവിന് നേതൃത്വം നൽകിയത്. ഓമശ്ശേരി തേച്ചിയാട് അൽ ഇർഷാദ് വിമൻസ് കോളേജിലെ NSS യൂണിറ്റും ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി ഓമശ്ശേരി ടൗണിൽ വോട്ടർ ബോധവൽക്കരണം നടത്തി. കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോളേജിൽ വോട്ടർ പട്ടികയിൽ വിദ്യാർത്ഥികൾക്ക് പേര് ചേർക്കാൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ സജീവ പൗരബോധവും ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധവും വളർത്തുന്നതിനായി ജില്ലയിലെ NSS വിദ്യാർത്ഥികൾക്കായി മോക്ക് പാർലമെന്റ് ഓഗസ്റ്റ് 12 നടത്തുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.